ഗോപി വന്നില്ലേ? അവൻ എന്തു പറഞ്ഞു? വരില്ലെന്ന് പറഞ്ഞു. മോളെവിടെ? അവൾ ഗോപിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഞാനവിടെ നിർത്തിയിട്ട് പോന്നു. എനിക്ക് മമ്മിയുടെ അടുത്ത് പോകണോ? മോളെ, മോള് കരയാതെ. കൊച്ചനുണ്ടല്ലോ, മോളിവിടെ കിടന്നുറങ്ങും. എനിക്ക് ഇപ്പൊ പോകണോ? എനിക്ക് ഡാഡിയുടെ കൂടെ ഉറങ്ങണോ? നീ എന്തിനാണ് ആ കുഞ്ഞിനെ ഇട്ടിങ്ങനെ കരയിപ്പിക്കുന്നത്? അതിനെ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഉണ്ടാക്കുക. മോളെ, നോക്ക്, നാളെ പോയാ പോരെ? എനിക്ക് ഇപ്പൊ പോകണോ? നീ മോളെ അവിടെ വിട്ടിട്ട് വരണ്ടായിരുന്നു. അവൾ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല. ഞാൻ പോയി മോളെ എടുത്തോണ്ട് വരാം. ഞാൻ കൂടെ വരാം. വേണ്ട, നീ വരണ്ട. ചേട്ടൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു അല്ലേ? എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എന്നെപ്പോലും ഓർക്കാതെയല്ലേ ചേട്ടൻ പോയത്? എനിക്കിവിടെ മറക്കാൻ കഴിയാത്തതായി ഒരാളേ ഉള്ളു, നീ. വരട്ടെ. ഗോപി, നീ പോകരുത്. ഞാനാ പറയുന്നത്. ഏതായാലും ഗോപിയെ കയ്യിൽ കിട്ടി. ഇനി അയാളെ വെച്ച് നമ്മൾ ശരിക്കും മുതലെടുക്കുകയാണ് വേണ്ടത്. ഞാൻ അത് ആലോചിച്ചിട്ടാണ് ഗോപി ഒറ്റപ്പെടുത്തിയെടുത്തത്. നമുക്കവന് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. ആ ഗോപി, ബാബാ ഇരിക്കും. എന്നാ ജോലി വയ്ക്കാം. ശരി സാർ, ഇരിക്കേ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയൂ. എന്താ കാര്യം? ചേട്ടനുമായി പിരിഞ്ഞു. ഇനി സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ആ സ്കൂളിന്റെ വർക്കിന് കൊട്ടേഷൻ കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. വർക്ക് എങ്ങനെയെങ്കിലും വാങ്ങാം. പണത്തിന്റെ കാര്യത്തിൽ സാറിനെ സഹായിക്കേണ്ടി വരും. അതിനെന്താ, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നിനക്ക് ചെയ്യാം. ഗോപി, സ്കൂളിന്റെ വർക്ക് ഗോപി എടുക്ക. അത് ഒറ്റയ്ക്ക് ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പണം ഞാൻ മുടക്കാം. ലാഭത്തിൽ ഗോപിക്ക് ആവശ്യമുള്ളതെടുത്ത് ബാക്കി എനിക്ക് തന്നാ മതി. അതാവാൻ നല്ലത്. നീ അച്ഛൻ പറയുന്ന പോലെ കേൾക്ക്. ശരി, സ്കൂളിന്റെ വർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇതല്ല, ഇനി എല്ലാ വർക്കും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്കൂളിന്റെ പ്ലാൻ. ശരി സാർ. കൊണ്ടുകൊള്ളു. ജോണി, നമ്മുടെ സൂപ്പർവൈസറോട് വരാൻ പറയും. സാർ, പിന്നെ നമ്മുടെ ഗോഡൌണിലിരിക്കുന്ന ചാരം ചേർത്ത സിമെന്റ് ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ വരുന്ന നല്ല സിമെന്റ് ഗോഡൌണിൽ ഇറക്കണം. ശരി സാർ. പിന്നെ ഗോപി അറിയരുത് കേട്ടോ. ഇല്ല സാർ, ആരും അറിയില്ല. നമുക്ക് വർക്ക് നഷ്ടപ്പെടുന്നതിൽ എനിക്ക് വിഷമമില്ല. അതിനുവേണ്ടി ഞാൻ അവനോട് മത്സരിക്കാനും പോകുന്നില്ല. പക്ഷെ ഇതിങ്ങനെ പോയാൽ അവൻ എന്റെ ശത്രുവാകും. അതെനിക്ക് സഹിക്കാനാവില്ല. എന്തു പറഞ്ഞിട്ടെന്താ? അവനെ വെച്ച് കുറെ ആളുകൾ മുതലെടുക്കുകയാണ്. അത് അവന് മനസ്സിലാവണ്ടേ? എന്റെ പൊന്നെ, നിന്നെ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്ത് പാടാണ്. എന്തിനാ? കണ്ട പെമ്പിള്ളേരെയൊക്കെ വിളിച്ച് ടിവിയിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടല്ലേ? കണ്ട പെമ്പിള്ളേര് നിന്നെ വിളിച്ചോണ്ട് പോയത്? അത് തന്നെയാ പറഞ്ഞത്. എന്നാലും നിന്റെ ചേട്ടന്റെ ഒരു ഇടിയുണ്ടല്ലോ. എന്റെ എല്ല് മുറുകിപ്പോയി. പെങ്ങന്മാരോട് സ്നേഹമുള്ള സഹോദരന്മാരെങ്ങനെയാണ്?
ആ സ്നേഹം തെളിയിക്കുന്നത് എന്റെ മുഖത്താണോ? എനിക്കും കുറെ കിട്ടി. പ്രഭയുടെ പെങ്ങളില്ലേ, ആ കോളേജിൽ പഠിക്കുന്ന പെണ്ണ്, അവളും വേണുവും തമ്മിൽ അടുപ്പമാണ് എന്ന് ഞാനും കേട്ടു. വേണുവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അതിന് പ്രഭ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സമ്മതിക്കില്ല, നമ്മൾ സമ്മതിപ്പിക്കണം. അതെങ്ങനെ? അത് പണിയുണ്ട്. ഗോപി ഇരിക്കും, ഇരിക്കോ ഗോപി. ഇവന്റെ പരീക്ഷയും പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി ഇവനെ വിട്ടാൻ പറ്റില്ല. ഒരു കല്യാണം കഴിപ്പിക്കണം, എന്നാലേ ഉത്തരവാദിത്വം തോന്നും. അതെ അതെ, അത് വേണ്ടതാണ്. വേണു, നീ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. ഗോപിയും കൂട്ടിക്കോളൂ. നിനക്ക് റിട്ടയർ പോലീസ് കമ്മീഷണർ ശങ്കരപിള്ളി അറിയാമല്ലോ. അയാളുടെ മകള് BA കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീ പോയി ആ കുട്ടി ഒന്ന് കണ്ടിട്ട് വാ. എനിക്കിപ്പോ വിവാഹം വേണ്ടച്ച. വിവാഹം വേണ്ടെന്നല്ല, ആ പെണ്ണിനെ വേണ്ടെന്നല്ലേ നീ പറയുന്നത്? എന്നാ പിന്നെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറ, ഞാൻ നടത്തി തരാം. ഇവന് എന്റെ പെങ്ങൾ അനിതയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നാണ്. അതെയോ? ഗോപിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കങ്ങ് നടത്തിക്കളയാം. അതിന് ചില നാട്ടുനടപ്പും മര്യാദയൊക്കെ ഇല്ല സാർ. പിന്നെ അതൊക്കെ വേണ്ടതല്ലേ? എന്നാ അമ്മ ഒന്ന് പോയി ചേട്ടനെ ചേച്ചിയെ കണ്ട് സംസാരിക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കോ? ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. GP, ഞാൻ അവളുടെ വിവാഹത്തെപ്പറ്റി ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് പലതും ആലോചിക്കാനുണ്ട്. 2-3 വർഷം കൂടി കഴിയട്ടെ എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മതി, 2-3 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ മതി. പക്ഷെ നമുക്കത് ഉറപ്പിക്കാലോ. അത് വേണ്ട, അപ്പോഴത്തെ കാര്യം അപ്പോ ആലോചിക്കുന്നതല്ലേ നല്ലത്. അല്ല, മിസ്റ്റർ പ്രഭാകരൻ ഇതെന്തോ ഇഷ്ടമില്ലാത്തതുപോലെ. ഗോപിക്ക് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവളുടെ കാര്യത്തിൽ അവനെക്കാളും ഉത്തരവാദിത്വം എനിക്കാണ്. അത് മനസ്സിലായി. മിസ്റ്റർ പ്രഭയുടെ സംസാരം കേട്ടിട്ട് ഞങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. മിസ്റ്റർ പ്രഭേ, സോറി ഫോർ ദ ട്രബിൾ. അതെന്താ അവരോട് അങ്ങനെ പറഞ്ഞു വിട്ടത്? ആ ബന്ധം നമുക്ക് ചേർന്നതല്ല. GPയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അയാൾ നല്ലവനല്ല. പണത്തിനും സ്വന്തം കാര്യം നേടാനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഇതൊരു വലിയ അപമാനമായി പോയി ഗോപി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ അയാളുടെ സഹായത്തിന് എന്നാണോ? എന്റെ മകന് ഒരു വിവാഹാലോചന എഴുതുന്നതല്ലേ? എന്താ ഇവന് വേറെ പെണ്ണ് കിട്ടില്ലേ? ഗോപി, നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഞാൻ അവിടെ കയറി ചെന്നത്. എടാ, ഇനി നീ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നൊരു കാര്യമില്ല. നമ്മുടെ നിലയ്ക്കും നിലയ്ക്കും ചേർന്ന മറ്റൊരു പെണ്ണ് നോക്കുന്നതാണ് നല്ലത്. സാർ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ പെങ്ങളെ വേണു തന്നെ വിവാഹം കഴിക്കും. ഞാൻ കഴിപ്പിക്കും. അവൻ പറഞ്ഞ കാര്യം നടത്തുന്നവനാ. സാധ്യമല്ല. ചേട്ടാ, അനിതയെ വേണുവിന് വിവാഹം കഴിച്ചു കൊടുക്കണം. ഞാൻ വാക്ക് കൊടുത്തു പോയി. ആരോട് ചോദിച്ചിട്ട്? ഞാൻ അവളുടെ സഹോദരനാണ്. ചേട്ടനെ പോലെ തന്നെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ നീ വാക്ക് കൊടുക്കുമായിരുന്നില്ല. ആ GPയുടെ വാക്ക് കേട്ട് അനിതയുടെ ജീവിതം അപകടത്തിലാക്കാൻ നീ ശ്രമിക്കരുത്. അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിലോ? അവൾക്ക് ഇഷ്ടമല്ല. ചേട്ടനെ അവളെ വിളിച്ചും ചോദിക്കണം. അനിതേ, ഇനി അടുത്ത് വരൂ. വേണുവിനെ വിവാഹം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ ആണെന്ന് പറയണം. എനിക്കിഷ്ടമാണ്. ഇവളും വേണുവും കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹമാണ്. ഒരിക്കൽ ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്തു. അന്ന് എന്നോട് വഴക്ക് പറഞ്ഞു. അതിനാണ്. അനിതേ, ആ ബന്ധം
നമുക്ക് ചേർന്നതല്ല. വേലൂടെ ഇവിടെ പറഞ്ഞേക്കുകയാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളും വലിയ സ്ത്രീധനവും കൊടുക്കേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടല്ലേ? നീ ആരോടാണ് ഇത് പറയുന്നതെന്ന് അറിയൂ? അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തോട്ടെ. തീർന്നോടാ. എനിക്ക് ആരും ഒന്നും സമ്പാദിച്ചു തന്നിരുന്നില്ല. ഞാൻ മറ്റാർക്കും വേണ്ടി ജീവിച്ചിട്ടുമില്ല. ത്യാഗത്തെ കുറിച്ചായിരിക്കും പറയുന്നത്. അല്ലടാ, ഞാൻ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്റെ മുമ്പിൽ നിന്ന് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു. ചേട്ടന് ഈ വിവാഹം നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവൾ അവനോട് ഇറങ്ങിപ്പോയെന്ന് വരും. എന്തിനാണ് വിഷമിക്കുന്നത്? അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? നമ്മൾ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാൻ ജീവിതത്തിൽ ഒരിടത്തും തോറ്റിട്ടില്ല ജോണി, ജയിച്ചിട്ടേ ഉള്ളൂ. ഇവിടെയും ജയിച്ചു. ഈ വിവാഹം പ്രഭാകരന്റെ തകർച്ചയുടെ ആദ്യത്തെ പടിയാണ്. അങ്ങനെ അനുരയും പോയി. വിവാഹം കഴിച്ചയച്ചതല്ലേ, അതിനെന്തിനാ ദുഃഖിക്കുന്നത്? അതല്ല, ജിപിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ അയച്ചു എന്ന് പറഞ്ഞാൽ അതൊരു തരം നഷ്ടപ്പെടല. ഗോപിയും എന്നിൽ നിന്ന് അകന്നുപോയി. അത് പിന്നെ അങ്ങനെയല്ലേ, ഓരോരുത്തർക്കും ഓരോ ജീവിതമുണ്ട്. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനെന്തിനാണ് വേദനിക്കുന്നത്? ഒടുവിൽ എനിക്ക് ഞാനില്ലേ, ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ആപ്പാടെ 45 പൈസ കൊണ്ട് ഞാനും ഉണ്ട്. ബീഡി വാങ്ങാൻ പോലും തികയത്തില്ല. പിന്നെ അല്ലേ ചാരായം കുടിക്കുന്നത്. മോളെ പൊന്നമ്മേ, ആ ചായക്കടക്കാരൻ പിള്ളച്ചേട്ടനോട് ഒരു 5 രൂപ കടം തരാൻ പറ. 5 രൂപ പോട്ടെ, 5 പൈസ പോലും അവര് തരത്തില്ല. നേരത്തെ വാങ്ങിയപ്പോ മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു. ഇക്കണക്കിന് പോയാ ഇനിയും ഞാൻ പട്ടാളത്തിൽ ചേരും. അരിവെപ്പുകാരനായിട്ടെങ്കിലും ചെന്ന് ചേരും. എന്താ സുമാര പതിവില്ലാതെ ഈ രാത്രിയിൽ? ഏയ് ഒന്നില്ല. അതേ ഗോപാലൻ ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇരുന്നുണ്ട് കാര്യം പറയണ്ട, നിന്ന് എന്റെ മുഖത്തോക്കി കാര്യം പറഞ്ഞാൽ മതി. നീ എന്നെ നടത്തി കൊല്ലും. ഏത് ചുടുകാട്ടിലേക്കാണ് നീ എന്നെ കൊണ്ടുപോകുന്നത്? ചേട്ടനങ്ങനെ ബലം പിടിക്കില്ല. എന്റെ ഊരിന്റെ എന്നെ പൊട്ടുന്നത്. ഇത് എവിടെയാണാ? ഇതെവിടെ അടുത്തെത്തി. ചേട്ടൻ വാ. ഇതാ 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 ചേട്ടാ, ഇതിനകത്ത് തന്നെയാണ് സംഭവം. ഇതിന്റെ ആളുകൾ കാണും. ഇറക്കിക്കോ ഇറക്കിക്കോ.
ഗോപാലൻ ചേട്ടൻ തിരിച്ചു കാണും. അതാണ് എന്റെ ആഗ്രഹം. ഗോപാലൻ ചേട്ടന്റെ സുഖം എന്റെ സുഖം. മെല്ലെ, മെല്ലെ, മെല്ലെ. ആ കല്ലിന് പുറത്തേക്ക് വെച്ചോ. കല്ലിലെ മോനെ സുകുമാര, നീ വേഗം ഇറങ്ങി ഒരു 2 കുപ്പി എടുത്തുള്ളൂ. അയ്യോ എന്റെ പൊന്നും ചേട്ടാ, എനിക്ക് വെള്ളം കണ്ട അപ്പ അവസ്മാരം എടുക്കും. അയ്യോ, പിന്നെ ആരിറങ്ങും? എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ എടുക്കണം. ഇതേ കളവാച്ചേരി ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ചിലപ്പോഴേ അവര് വന്നിട്ട് എടുത്തു കൊണ്ടുവന്ന് വരും. അങ്ങനെയാണോ? ആ, എന്നാ ഞാൻ തന്നെ അതിന് ഇറങ്ങി. ചേട്ടൻ വേറെ ഇറങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കൂ. അത് ഞാൻ ഏറ്റി. ചേട്ടൻ വേറെ ഇറങ്ങിക്കോ. അതുകൂടെ അഴിച്ചോ കേട്ടോ. ഈ രാത്രി ആരെയാണ് ഇറങ്ങിക്കോളൂ. ഇനി ബലമായിട്ട് പിടിച്ചു. ഞാൻ പിടിച്ചില്ല. എനിക്ക് വീണാ തന്നെ ചേട്ടൻ എന്താ കിണറിന് അകത്തുണ്ടോ? ഞാൻ കുട്ടികളെ സുകുമാര. ഇല്ല വിടില്ലേട്ടാ. പച്ചവെള്ളമായിരുന്നു. അയ്യോ, പേരെടുത്തു പോയോ? ഞാനിപ്പോ എങ്ങനെ കയറും? അയ്യോ,